നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ നട്ടെല്ല് അവിടുത്തെ യുവതലമുറയും അവർക്ക് കൃത്യമായി ദിശാബോധം നൽകുന്ന വിദ്യാഭ്യാസ രീതികളുമാണ്. ഇന്ത്യയെ പോലുള്ള ഒരു വികസ്വര രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ്, CBSE തുടങ്ങിയ മത്സര പരീക്ഷകളിൽ ഉണ്ടാകുന്ന വീഴ്ചകളും ക്രമക്കേടുകളും ചർച്ച ചെയ്യപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ഉറപ്പാക്കാനും വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സമാധാനപരമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് സ്വാഭാവികം. എന്നാൽ ഇത്തരം ന്യായമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെയും അവരുടെ ആശങ്കകളെയും മുൻനിർത്തി രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്താൻ ചില നിക്ഷിപ്ത താല്പര്യക്കാർ ശ്രമിക്കുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. ജനാധിപത്യപരമായ വിയോജിപ്പുകൾക്ക് പകരം രാജ്യവിരുദ്ധമായ അജണ്ടകളും വിദേശ സഹായത്തോടെയുള്ള അരാജകത്വവും അഴിച്ചുവിടാൻ ശ്രമിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയും അതിൻ്റെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയും ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും കേവലം ഒരു പരിഹാസ ക്യാമ്പയിനായി ആരംഭിച്ച് പിന്നീട് പെട്ടെന്നൊരു രാഷ്ട്രീയ പ്രക്ഷോഭ സംഘടനയെ സ്വയം പ്രഖ്യാപിച്ച ഒന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പരീക്ഷാ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഇവർ ജന്തർ മന്ദറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിദേശത്തായിരുന്ന CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ സമരത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആസൂത്രിത ശൃംഖലയാണെന്നാണ് കാണിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വേദനകളെ രാഷ്ട്രീയമായി ചൂഷണം ചെയ്യുവാനും രാജ്യ തലസ്ഥാനത്ത് മനഃപൂർവ്വം ക്രമസമാധാന നില തകർക്കാനുമുള്ള അജണ്ടകളാണ് ഈ സമരത്തിന് പിന്നിലുള്ളതെന്ന ആക്ഷേപം ശക്തമാണ്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണങ്ങളോ വിദ്യാർത്ഥി ക്ഷേമമോ അല്ല ഇത്തരം സംഘടനകളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ഇവരുടെ പ്രവർത്തന ശൈലി വ്യക്തമാക്കുന്നു. ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും ആഭ്യന്തര സുരക്ഷയും വെല്ലുവിളിക്കുന്ന തരത്തിൽ വിദേശത്ത് നിന്നും ഫണ്ടിങ് സ്വീകരിച്ചുകൊണ്ട് രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ടൂൾ കിറ്റ് സംഘങ്ങളുടെ പുതിയ പതിപ്പാണ് ഈ സംഘടന എന്ന വിമർശനം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിൻ്റെ പ്രതിച്ഛായ മോശമാക്കാനും പ്രധാനപ്പെട്ട പരീക്ഷാ സംവിധാനങ്ങളുടെ വിശ്വസ്തത തകർത്ത് രാജ്യത്തെ യുവാക്കളിൽ നിരാശയും ഭരണകൂട വിരുദ്ധ വികാരവും കുത്തിവെക്കാനുമാണ് ഇത്തരം ഗ്രൂപ്പുകൾ ശ്രമിക്കാറുള്ളത്. ജനാധിപത്യപരമായ ചർച്ചകൾക്ക് തയ്യാറാകാതെ തെരുവിൽ കടുത്ത പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ യുവത്വത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയും ഇത്തരം പ്രക്ഷോഭങ്ങളുടെ മറവിൽ കോക്രോച്ചുകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് രംഗത്തിറക്കുന്നത് തന്നെ അത്യന്തം അപലപനീയമാണ്. രാജ്യത്തിൻ്റെ ഭാവി തലമുറയെ ഇത്തരമൊരു മോശം പേരിൻ്റെ മറവിൽ അണിനിർത്തുന്നതിനെ രാഷ്ട്രീയ ലാഭത്തിനായി ചില പ്രതിപക്ഷ നേതാക്കൾ ന്യായീകരിക്കുന്നുണ്ട്. ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം മേധാവി ഉദ്ധവ് താക്കറെ ദില്ലിയിലെ സമരത്തെ പിന്തുണച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയത് ഇതിനൊരു ഉദാഹരണമാണ്. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി തകർന്നുവെന്നും അവർ തങ്ങളുടെ വേദനകൾ ഉച്ചത്തിൽ വിളിച്ചു പറയുവാൻ ഇത്തരമൊരു പേരിൻ്റെ മറവിൽ തെരുവിൽ ഇറങ്ങിയതാണ് എന്നുമുള്ള ന്യായീകരണമാണ് അദ്ദേഹം നൽകിയത്. എന്നാൽ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ അരാജകവാദികളുടെയും രാജ്യവിരുദ്ധ ചിന്താഗതിക്കാരുടെയും കയ്യിലെ ആയുധമാക്കി മാറ്റാൻ വിട്ടുകൊടുക്കരുതെന്ന തിരിച്ചറിവാണ് പൊതുസമൂഹത്തിന് ഉണ്ടാകേണ്ടത്. പരീക്ഷാ നടത്തിപ്പിലെ പാളിച്ചകളും വിവരങ്ങൾ ചോരുന്നതുമായ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരും വിദ്യാഭ്യാസ മന്ത്രാലയവും അടിയന്തരമായി ഇടപെടുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണം. വിദ്യാർത്ഥികളുടെ ഭാവിയേക്കാൾ വലുതല്ല മറ്റൊന്നും. എന്നാൽ അതിൻ്റെ പേരിൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയും വിദേശ അജണ്ടകളുടെ ഭാഗമായി തലസ്ഥാന നഗരിയെ അശാന്തിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന വിനാശകരമായ രാഷ്ട്രീയത്തെ രാജ്യം ഒറ്റക്കെട്ടായി ചെറുക്കണം. ഇത്തരം പ്രതിഷേധങ്ങൾ രൂപപ്പെടുന്നത് എവിടെ നിന്നാണെങ്കിലും അതിൻ്റെ പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണെന്നും സുരക്ഷാ ഏജൻസികൾ കൃത്യമായി അന്വേഷിക്കണം. ജനാധിപത്യപരമായ തിരുത്തലുകളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മറവിൽ ഒളിച്ചു കടത്തുന്ന രാജ്യവിരുദ്ധ താല്പര്യങ്ങളെയും അരാജകത്വ ശ്രമങ്ങളെയും തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്താൻ ഇന്ത്യൻ വിദ്യാർത്ഥി സമൂഹത്തിനും പൊതുജനങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ദില്ലിയിലെ ജന്തർ മന്ദറിലേക്ക് വൻതോതിൽ യുവാക്കളെ അണിനിരത്തുമെന്ന് പ്രഖ്യാപിച്ച് വിദേശത്ത് നിന്നും പറന്നിറങ്ങിയ അഭിജിത്ത് ദീപ്കെയ്ക്ക് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതീക്ഷിച്ച ജനപിന്തുണയോ സ്വീകരണമോ ലഭിച്ചില്ല. ഇത് ശ്രദ്ധേയമാകുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ വലിയ തരംഗമുണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് യഥാർത്ഥ ജനമധ്യത്തിൽ തങ്ങളുടെ സ്വാധീനം പൂജ്യമാണെന്ന് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത്. ഒരു വലിയ ജനകീയ മുന്നേറ്റത്തിൻ്റെ നായകനായി സ്വയം ചിത്രീകരിക്കാൻ ശ്രമിച്ച CJP സ്ഥാപകന്റെ വരവിനെ സാധാരണ ജനങ്ങളും വിദ്യാർത്ഥികളും പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തത്. വിമാനത്താവളത്തിലെ ഈ ജനശൂന്യതയും തണുപ്പൻ പ്രതികരണവും സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ യുവാക്കൾ കേവലം ഓൺലൈൻ പ്രകോപനങ്ങളിൽ വീണു പോകുന്നവരല്ല എന്നും രാജ്യത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന അജണ്ടകളെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുമാണ്. വിദേശ താവളങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിന്റെ പരമാധികാരത്തെയും ആഭ്യന്തര സുരക്ഷയും വെല്ലുവിളിക്കുന്ന ടൂൾ കിറ്റ് രാഷ്ട്രീയത്തിന്റെ വിനാശകരമായ മുഖം
ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ തെളിവ് കൂടിയാണത്. ഒരു സാധാരണ സോഷ്യൽ മീഡിയ പേജ് എന്ന നിലയിൽ ആരംഭിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോടിക്കണക്കിന് ഫോളോവേഴ്സിനെയും ലക്ഷക്കണക്കിന് അംഗങ്ങളെയും വെബ്സൈറ്റിലൂടെ സമാഹരിക്കാൻ CJPക്ക് സാധിച്ചത് കേവലം ഒരു യാദൃശ്ചികമായി കാണാൻ കഴിയില്ല. ഡിജിറ്റൽ ക്യാമ്പയിനുകൾ ഇത്ര വലിയ തോതിൽ വ്യാപിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കുന്നതിനും വലിയ തോതിലുള്ള സാങ്കേതിക സാമ്പത്തിക പിന്തുണ ആവശ്യമാണ്. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വവും ഭരണസ്ഥിരതയും തകർക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ ഏജൻസികളോ കപട സന്നദ്ധ സംഘടനകളോ ഇത്തരം അരാജകത്വ പ്രസ്ഥാനങ്ങൾക്ക് പിന്നിൽ ഫണ്ടിംഗ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭരണകൂടത്തിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ ടൂൾ കിറ്റുകൾ നിർമ്മിക്കുന്നതും വിദേശത്തിരുന്നു കൊണ്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ തെരുവിലേക്ക് നയിക്കാൻ ആഹ്വാനം ചെയ്യുന്നതും മുൻപും നാം കണ്ടിട്ടുള്ള വിദേശ അജണ്ടകളുടെ ഭാഗമാണ്. ഇത്തരം പ്രസ്ഥാനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, സൈബർ സ്രോതസ്സുകൾ, അവർക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര പരസ്യങ്ങൾ എന്നിവയെല്ലാം കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കണം. പരീക്ഷാ പരിഷ്കരണം എന്ന ജനാധിപത്യപരമായ ആവശ്യത്തെ മുൻനിർത്തി രാജ്യത്ത് അസ്ഥിരത പടർത്താൻ വിദേശത്തു നിന്നുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾ പണമൊഴുക്കുന്നുണ്ടെന്ന ആക്ഷേപങ്ങൾക്ക് ബലം നൽകുകയാണ് ഇവരുടെ പെട്ടെന്നുള്ള ഈ വളർച്ച. അടുത്ത കാലത്തായി ബംഗ്ലാദേശിലും നേപ്പാളിലും ശ്രീലങ്കയിലുമെല്ലാം ഉണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളുടെയും ഭരണമാറ്റങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചത് അവിടുത്തെ ജെൻസി അഥവാ പുതിയ തലമുറയിലെ യുവാക്കളായിരുന്നു. സോഷ്യൽ മീഡിയ മീമുകളിലൂടെയും ഓൺലൈൻ കൂട്ടായ്മകളിലൂടെയും ആരംഭിച്ച് പിന്നീട് വലിയ തോതിലുള്ള ആക്രമണങ്ങളിലേക്കും ഭരണഘടനാ തകർച്ചയിലേക്കും നയിക്കുന്ന പ്രക്ഷോഭങ്ങളായിരുന്നു അവ. ഈ രാജ്യങ്ങളിലെ വിനാശകരമായ മോഡലുകൾ ഇന്ത്യയിലും പരീക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. CJPയുടെ സ്ഥാപകൻ വിദേശ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അയൽ രാജ്യങ്ങളിലെ യുവജന പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അനുകൂലമായ സൂചനകൾ നൽകുന്നത് കാണാം. അയൽ രാജ്യങ്ങളിൽ യുവജന മുന്നേറ്റങ്ങൾ ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ യുവാക്കൾ എവിടെയാണെന്ന ചോദ്യത്തിന് മറുപടിയാണ് ഈ പ്രസ്ഥാനം എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ ഇതൊരു ഇന്ത്യൻ സംഘടനയെ തോന്നാമെങ്കിലും ഇതിൻ്റെ ആശയപരമായ ഘടനയും പ്രവർത്തന ശൈലിയും ബംഗ്ലാദേശിലും നേപ്പാളിലും അരങ്ങേറിയ പ്രക്ഷോഭങ്ങളുടെ തനി പകർപ്പ് തന്നെയാണ്. ഈ രാജ്യങ്ങളിലെ പ്രക്ഷോഭങ്ങളെ നിയന്ത്രിച്ച അതേ അന്താരാഷ്ട്ര അദൃശ്യ ശക്തികൾ തന്നെയാണ് ഇന്ത്യയിലെ സൈബർ ഇടങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് CJPയെയും നയിക്കുന്നതെന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ ശക്തമാകുന്നു. ഒരേ കേന്ദ്രങ്ങളിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന അൽഗോരിതങ്ങളും ഡിജിറ്റൽ തന്ത്രങ്ങളുമാണ് ഇവിടെയും ഉപയോഗിക്കപ്പെടുന്നത്. അയൽ രാജ്യങ്ങളിൽ ഉണ്ടായതുപോലെ ഭരണ സംവിധാനങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുകയും രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുക എന്ന നിഗൂഢ ലക്ഷ്യത്തോടെയാണ് ഇവർ നീങ്ങുന്നത്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇന്ത്യയിൽ ശക്തമായ ജനാധിപത്യ നിയമ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളെ വിദേശ അജണ്ടകൾക്കായി വിൽക്കാൻ ശ്രമിക്കുന്ന പ്രവണത അത്യന്തം അപകടകരമാണ്. ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ ഈ പുതിയ നീക്കങ്ങളെ കേവലം ഒരു വിദ്യാർത്ഥി സമരമായി കണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. CJP പോലുള്ള സംഘടനകളുടെ പിന്നിലെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിലെ അരാജകത്വ ഗ്രൂപ്പുകളുമായി ഇവർക്കുള്ള ബന്ധത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. ജനാധിപത്യപരമായ തിരുത്തലുകളെ സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന അദൃശ്യകരങ്ങളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്താൻ ഇന്ത്യൻ പൊതുസമൂഹം ജാഗ്രത പാലിക്കേണ്ടതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.